ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത് രജനി സുരേഷ് രചിച്ച കുഞ്ഞിക്കിളി എന്ന ചെറുകഥയാണ്. കുഞ്ഞിക്കിളി. കുഞ്ഞിക്കിളിയും അമ്മയും കുന്നമുക്കി മലയിലെ ഒരു മരത്തിലാണ് താമസിച്ചു വന്നിരുന്നത്. അമ്മക്കിളി കുഞ്ഞിക്ക് കഥകൾ പറഞ്ഞുകൊടുത്തും പാട്ടുപാടിക്കൊടുത്തും അവളെ സ്നേഹിച്ചു. അമ്മക്കിളി ചെറുമണി തേടി പോകുമ്പോൾ അവൾ മരപ്പൊത്തിലിരുന്ന് വഴിയെ പോകുന്ന പക്ഷികളോടും മൃഗങ്ങളോടുമൊക്കെ സംസാരിക്കുന്നത് സ്ഥിരം നടപ്പായിരുന്നു. ഒരു ദിവസം കുഞ്ഞിക്കിളി വർണ്ണപ്പൈങ്കിളിയെ കണ്ടു. കുഞ്ഞിക്കിളി ചോദിച്ചു, മഞ്ചാടി മരത്തിന്റെ തണലിലിരിക്കും സുന്ദരി വർണ്ണപ്പൈങ്കിളിയെ, എന്നുടെ കൂടെ കൂട്ടിന് വരുമോ, എന്നുടെ ചിറകുകൾ നൽകാമോ, എന്തൊരു വർണ്ണം എന്തൊരു ചന്തം, നിന്നെ കാണാൻ എന്ത് രസം. ഇത് കേട്ട് വർണ്ണപ്പൈങ്കിളി പറഞ്ഞു, എന്നുടെ വർണ്ണം ദൈവം തന്ന അനുഗ്രഹമാണേ ചങ്ങാതി, നിന്നുടെ വർണ്ണവും ദൈവം അറിഞ്ഞു നൽകിയ പുണ്യമിതൊന്നല്ലോ. ആ പറഞ്ഞതിലൊന്നും കുഞ്ഞിക്ക് തൃപ്തി വന്നതേയില്ല. അന്ന് വൈകിട്ട് അമ്മക്കിളി വന്നപ്പോൾ കുഞ്ഞി പറഞ്ഞു, അമ്മേ, എനിക്ക് വർണ്ണപ്പൈങ്കിളിയെ പോലെ ആവണം. അമ്മക്കിളി ചിരിച്ചു പറഞ്ഞു, വർണ്ണപ്പൈങ്കിളി പറയുന്നുണ്ടാകും എനിക്ക് കുഞ്ഞിക്കിളിയെ പോലെ ആകണമെന്ന്, അത് നടക്കുമോ? ഇല്ലെന്ന് കുഞ്ഞിക്കിളി തലയാട്ടി. അപ്പൊ കുഞ്ഞിക്കിളിക്ക് വർണ്ണപ്പൈങ്കിളിയാകാനും കഴിയില്ല, അത്രേ ഉള്ളൂ. ഇത് കേട്ട് കുഞ്ഞിക്കിളി പൊട്ടിച്ചിലച്ചു. പിറ്റേന്ന് അമ്മക്കിളി തീറ്റ തേടി പോയപ്പോൾ കുഞ്ഞി വീണ്ടും തനിച്ചായി. അവൾ വാനിലേക്ക് നോക്കി. ഒരു കുയിൽപേട അതിലൂടെ പാട്ടും പാടി പോകുന്നത് കണ്ടു. കുഞ്ഞി കുയിലിനോട് ചോദിച്ചു, പാട്ടും പാടി കൂവി നടക്കും മധുരമൊഴിയേ ചങ്ങാതി, നിന്നുടെ ശബ്ദം എനിക്ക് തന്നാൽ ഒരു പിടിയും മകൾ നൽകിയിടാം. കറുമ്പിക്കുയിൽ കുഞ്ഞിയോട് പറഞ്ഞു, ശബ്ദം നൽകാൻ കഴിയില്ലല്ലോ പൊന്നേ കുഞ്ഞി ചങ്ങാതി, നിന്നുടെ ശബ്ദം ദൈവം നൽകിയ വരദാനമതായി കരുതുക നീ. ആ പറഞ്ഞതിലൊന്നും കുഞ്ഞിക്ക് തൃപ്തി വന്നതേയില്ല. അവൾ അമ്മക്കിളി വന്ന നേരത്ത് ചാങ്ങി കിടന്ന് വാശി പിടിച്ചു, അമ്മേ, കറുമ്പിക്കുയിലിന്റെ ശബ്ദം വേണം എനിക്ക്. അമ്മക്കിളി കുഞ്ഞിയെ ഇഷ്ടത്തോടെ പുണർന്നുകൊണ്ട് പറ, കുഞ്ഞി, നിനക്ക് നല്ലൊരു ശബ്ദം ജന്മനാൽ കിട്ടിയിട്ടുണ്ടല്ലോ, അത് കറുമ്പിക്ക് നൽകാൻ കഴിയുമോ? പറ്റില്ലെന്നവൾ തലയാട്ടി. അമ്മക്കിളി പറഞ്ഞു, അപ്പോൾ കറുമ്പിക്കുയിലിനും അവളുടെ സ്വരം നിനക്ക് തരാൻ കഴിയുകയില്ലല്ലോ. ഇത് കേട്ട് കുഞ്ഞിക്കിളി വാശി കളഞ്ഞ് ചിരിച്ചു. പിറ്റേന്ന് അമ്മക്കിളി ഇരതേടി ഇറങ്ങിയപ്പോൾ കുഞ്ഞി വഴിയിലൂടെ പോകുന്നവരെ കാത്തിരിപ്പായി. പൊന്നിച്ചിപ്രാവ് ആ വഴി പാറി വന്ന് നിലത്തുള്ള ധാന്യമണി കൊത്തി തിന്നുകയായിരുന്നു. കുഞ്ഞി പൊന്നിച്ചിയോട് ചോദിച്ചു, ചിറകടിച്ചു പറന്നു വരുന്ന പൊന്നിച്ചി പ്രാവേ ചങ്ങാതി, നിന്നുടെ കുറുകുറുകൾ ശബ്ദം എനിക്ക് നൽകി പോകാമോ? ഇത് കേട്ട് പൊന്നിച്ചിപ്രാവ് പറഞ്ഞു, കുറുകുന്ന കൂട്ടുകാർ പ്രാവുകളാണേ തരുവാൻ കഴിയില്ല ചങ്ങാതി, സൗഹൃദത്തിൻ സന്ദേശവുമായി ഞങ്ങൾ കുറുകി നടക്കട്ടെ. ആ പറഞ്ഞതിലൊന്നും കുഞ്ഞിക്ക് തൃപ്തി വന്നതേയില്ല. അന്ന് അവൾ അമ്മക്കിളിയോട് ഇണങ്ങി പിണങ്ങിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, കുഞ്ഞിക്ക് ചിലച്ചു മതിയായിപ്പോയി, ഇനി എനിക്ക് പ്രാവ് കുറുകുന്നത് പോലെ കുറുകിയാൽ മതി. ഇത് കേട്ട് അമ്മക്കിളി പറഞ്ഞു, കുഞ്ഞി, ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ നടക്കുമെന്ന് കരുതുന്നുണ്ടോ? കുഞ്ഞി തല താഴ്ത്തി ഇല്ലെന്ന് കാട്ടി. അപ്പോൾ കുഞ്ഞി നാളെ മുതൽ ഇങ്ങനെയുള്ള ആശകൾക്ക് വേണ്ടി ശാഠ്യം കാണിക്കരുത്. കുഞ്ഞി വലുതായി, ഒറ്റയ്ക്ക് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടവളായി. കുഞ്ഞിക്ക് കുറ്റബോധം തോന്നി. ഇനി ഇത്തരത്തിൽ നടക്കാത്ത ആശകൾ പറഞ്ഞ് വഴിയിലൂടെ പോകുന്നവരെയും അമ്മയെയും ബുദ്ധിമുട്ടിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചുറച്ചു. പിറ്റേന്ന് അമ്മക്കിളി പോയപ്പോൾ വഴിയിൽ കണ്ടവരോട് അവൾ ചിരിച്ചു, വർത്തമാനം പറഞ്ഞു, പാട്ടുപാടി നൃത്തമാടി. അന്ന് സന്ധ്യയ്ക്ക് അമ്മക്കിളി വന്നപ്പോൾ അവൾ കൂടുതൽ സന്തോഷവതിയായി കാണപ്പെട്ടു. അമ്മക്കിളി കുഞ്ഞിക്ക് ഒരു മുത്തം നൽകി. അവൾ തിരിച്ചും അമ്മയെ കെട്ടിപ്പിടിച്ചവൾ പാടി, കുഞ്ഞിക്കിളിയുടെ കൂട്ടിൽ വന്നാൽ തിത്തൈതകതയാടിയിടാം, പാടാം ആടാം പലവക പറയാം, സന്തോഷിപ്പാൻ ഇതിലേ വരൂ. കളിക്കും കൊഞ്ചലനും ഒടുവിൽ അമ്മക്കിളി അവളെ വാത്സല്യത്തോടെ തലോടി ഉറക്കി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കുഞ്ഞിക്കിളിയുടെ വാശിയും അവസാനം അവൾ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നതും നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇത് തന്നെയാണ് ഈ കഥയിലെ ഗുണപാഠം എന്ന് പറയുന്നത്. നമുക്ക് നമ്മളാവാൻ മാത്രമേ സാധിക്കൂ. മറ്റുള്ളവരുടെ പോലെയുള്ള കാര്യങ്ങൾ
ആഗ്രഹിക്കാതെ നമുക്ക് നമ്മുടെ സ്വന്തം വ്യക്തിത്വത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. നന്ദി.